ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ തരക്കേടില്ലാന്ന് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കസിൻ കുഞ്ഞാങ്ങളെയായിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പിന്നെ മഴയാണ്. എന്നെ കാണാനായിട്ട് എൻട്രൻസ് എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയപ്പോഴത്തേക്കും ആൾ ബോറടിച്ചു. അപ്പോൾ പതുക്കെ എന്നെ കാണാം, നമുക്കൊന്ന് കറങ്ങാൻ പോകാൻ ചേച്ചി എന്ന് പറഞ്ഞ് വന്നതാണ്. വന്നപ്പോഴേ ഞാനൊരു ടാസ്ക് കൊടുത്തു, റുബിക്സ് സോൾവ് ചെയ്യാൻ. പിന്നെ അവനും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ആളവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ പഠിപ്പിച്ചു തരാനും നോക്കി. ഇതെങ്ങനെയാ? കൊള്ളാല. ഇതെങ്ങനെ താരാന്നറിയോ? ഇതാണ് 10 രാവണനല്ല, 10 തലയുള്ള രാവണനാ. നീ മുഖം മറക്കണ്ട, നേരത്തെ ഫേസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കണ്ടുപിടിക്കേ. ഇങ്ങനെ പ്ലസ് ആക്കുക, വൈറ്റ് പ്ലസ് ആയി. ഇനി നേരെ തല തിരിക്കുക, സെന്റർ നോക്കുക. വൈറ്റ് താഴത്തെ രീതിയിൽ സെന്റർ നോക്കുക. ഇനി ഇവിടുന്ന് ഫോർമുലയാണ് സെന്റർ മാച്ച്. സെന്റർ ഇതുണ്ട്, മാച്ച്ഡ് ആണ്. പക്ഷെ ഇവിടെ മാച്ച്ഡ് അല്ല, ഇവിടെ മാച്ച്ഡ് അല്ല, ഇവിടെ മാച്ച്ഡ് അല്ല. ഇത് ഇനി മാച്ച് ആക്കണം. ഓക്കെ, അത് മാച്ച് ആക്കണമെങ്കിൽ ഇതിപ്പോ ഒറ്റ ദിവസം കൊണ്ട് എന്തെങ്കിലും പഠിക്കില്ല, ഉറപ്പാ. മാച്ച് അല്ല. ഇങ്ങനെ നമ്മൾ തിരിച്ചിരിക്കുന്നപ്പോ ഇത് 2 അടുപ്പിച്ച് മാച്ചാണ് രീതി വന്നു. അങ്ങനെ എന്തായാലും വരും. അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു ഹാൻഡ് ബാഗും ഒരു ഷർട്ടും, ഞാൻ മീഷോന്ന് വാങ്ങിച്ച ടാങ്ക് ടോപ്പും ഒരു ജഗ്ഗിങ്സും പിന്നെ ഷൂവും. പെട്ടെന്ന് തന്നെ റെഡിയായി ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. അത് വരുമ്പോഴൊക്കെ ആകപ്പാട് പോകുന്നത് ഇവിടെ തണ്ണമുഖം മണ്ടില്ല. പിന്നെ മഴയൊക്കെ കണ്ടാൽ വല്യാങ്ങളെയാന്ന് തോന്നും. ഒന്ന് നോക്കിയേ, ഈ ഭീകരനാണ് എൻ്റെ തട്ടിക്കൊണ്ട് പോകുന്നത്. ഞങ്ങൾ പോകുകയാണ് ഗൈസ്. എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ പതുക്കെ പോരവേ. നീ വളയ്ക്കുന്ന കണ്ടിട്ട് എനിക്ക് അങ്ങനെ നല്ലവണ്ണം ഹോൺ അടിച്ചു നോക്കിയേ. ഹോൺ അടിക്കി. രണ്ടു ദിവസമായിട്ട് എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട, എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ വോയിസ് ഓവറിനൊക്കെ ഒരു നനഞ്ഞതുപോലെ ഒരു നനവ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. ഓക്കെ, എന്നെ ഫേമസ് ആക്കല്ലെന്ന് ആരോപി പറഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് 2 വാക്ക് പറയാം. അമ്മയുടെ ഫസ്റ്റ് കസിൻ സണ്ണിയുടെയും ഷേർലി ആൻറ്റിയുടെയും ഏകപുത്രനാണ് മിസ്റ്റർ ആരോൺ ജോസി തോമസ്. അപ്പം ആളുമായിട്ട് ഞാൻ തണ്ണീർമുക്കം ബണ്ടിലേക്ക് പോവാണ്. ആക്ച്വലി ആലപ്പുഴ ജില്ല കായലുകളാലും കടലുകളാലും സമർത്ഥമാണെങ്കിലും അന്നേരം ഉണ്ടായ ന്യൂനമർദ്ദ സൂചനയെ തുടർന്ന് ഞങ്ങൾ കടൽ തീരത്തേക്കൊന്നും പോയില്ല. മിക്കപ്പോഴും ഞങ്ങൾ വരാറുള്ളത് ഇവിടെ തണ്ണീർമുക്കം ബണ്ടിൽ തന്നെയാണ് കേട്ടോ. സംഭവം അടിപൊളി, നല്ല കൂൾ ആൻഡ് കാം വൈബാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല ചായയൊക്കെ കുടിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ. അന്ന് ഏത് ദിവസമായിരുന്നു ഞാൻ ആക്ച്വലി മറന്നുപോയി. ഏതോ ഒരു നോർമൽ ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം കുറവായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പം കുറച്ച് ആൾക്കാരൊക്കെ സ്പീഡ് റോട്ടിലൊക്കെ മൊത്തം കയ്യിൽ നിന്ന് പോയല്ല, സ്പീഡ് ബോട്ടിലൊക്കെ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. ചൂടും അല്ല തണുപ്പും അല്ലാത്തൊരു പ്രത്യേക ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ടായിരുന്നു. 1-2 പേരൊക്കെ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. 2-3 പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, നമ്മൾ ഈ റീൽസിലൊക്കെ കാണത്തില്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയാതിരിക്കും നിർത്ത്. ഞാൻ അവിടെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്നിട്ട് അവർ നെവർ മൈൻഡ് മൂഡായിരുന്നു. ഞാനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും അവർ കണ്ടോയെന്ന് എനിക്ക് പിന്നെയാണ് തോന്നിയത്. ഓക്കെ, എനിവേ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ എവിടെ പോയാലും ഐസ്ക്രീം മസ്റ്റാണല്ലോ. പിന്നെ ആരോണോട് ചോദിച്ചപ്പോൾ അവൻ ജിമ്മിലൊക്കെ പോയി ഡയറ്റിലൊക്കെ ആണെന്ന് പറഞ്ഞ് മധുരം കഴിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനെന്നാൽ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് വാങ്ങി. ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഞാൻ ഐസ്ക്രീം കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചാങ്ങളുടെ കയ്യിൽ ഫോൺ കൊടുത്തതാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഭയങ്കര
സ്റ്റൈലായിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാലും സംഭവം മൊത്തത്തിൽ അലുത്ത് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ കട്ട് ചെയ്തോ, ഞാൻ ലാസ്റ്റ് ഡീസൻ്റായിട്ട് കഴിക്കുന്ന ഭാഗം മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. വാങ്ങിയതും സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം ഒലിച്ച് കയ്യിൽ പോയി. തിരിച്ചു വരുന്ന വഴി എൻ്റെ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ തന്നെ പറയാം, എൻ്റെ കസിനെ പിക്ക് ചെയ്തു. അവൾ ആക്ച്വലി വീട്ടിലേക്ക് വരാനിരിക്കുമായിരുന്നു. അപ്പോൾ തണ്ണീർമുക്കം പണ്ട് വരെ വന്ന് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് അവളുടെ വീടായി. അതുകൊണ്ട് ബസ്സിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ട് ഈ സാഹസിക യാത്രയിൽ അവളെയും കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ഇടയ്ക്ക് വന്നെങ്കിലും പകുതി വെച്ച് വഴിയൊക്കെ മാനേജ് ചെയ്ത് വരുവാണ് കേട്ടോ. എനിക്ക് റോഡൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ തീരെ. ഇത് ഏത് റോഡാന്ന് എനിക്ക് അറിയില്ല. ഇവിടെ കണ്ടൊരു പാലം പൊളിച്ചിട്ടുണ്ടായിരുന്നേ, അതെവിടെ? നീ നേരെ പതുക്കെ പോടാ, ഇതിന്റെ വഴിയും പുഴയൊന്നും അറിയത്തില്ല. ഇത് ഏത് വഴി? ശരിയാ പൊക്ക എന്റെ അംഗനവാടി കറക്റ്റ് ഇനി റൈറ്റിലേക്ക്. എടി അംഗനവാടി, എടി ഈ റോഡ് എടി നമ്മുടെ ചാലിപ്പള്ളിയിൽ വേദാന്തം പഠിച്ചപ്പോൾ പോയതാണ് കേട്ടോ ആ വഴിക്ക്. പിന്നെ ആ വഴിക്ക് പോയിട്ടേ ഇല്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവിടെ റോഡ് വന്നു, പല മാറ്റങ്ങളുണ്ടായപ്പം ശരിക്കും വഴി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോയി. അതാണ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയത്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളതൊക്കെ. പിന്നെ എങ്ങനെയൊക്കെ എൻ്റെ പഴയ അംഗൻവാടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമ്മൾ കറക്റ്റ് ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏരിയ അങ്ങനെ ഒരുവിധം നമ്മളെത്തി. റോഡും കണ്ടൊക്കെ ഉള്ളതാണ്. നിന്റെ പയ്യെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ മാതാവി അവിടെ കളിക്കാൻ പിള്ളേർ. എന്റെ അരപ്പി സുധര ചേച്ചിയൊക്കെ പെര പണിയുമ്പോഴേ മതിൽ പൊളിക്കുള്ളു. കല്ല് പോലും ഇറക്കിയിട്ടില്ല, നീ പൊളിച്ചു കൊടുക്കണ്ട. അത് അവിടെ പാലക്കത്ര കേറ്റരുത്. എന്റെ മാതാവേ, ടിറ്റി ചാടി ഇറക്കിക്കൂടി ഒന്നും നോക്കണ്ട. പേരായിട്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഈ ഫ്രണ്ട്സിൽ ചേരാൻ അവരോട് 3 പേരായിട്ട് വരുന്നു. ടിറ്റി ഹായ് പറയോ പ്ലീസ്. ചായ കുടിക്കാൻ നിർത്താൻ പറഞ്ഞാല് എന്റെ തന്നെ വീടിന്റെ വാതിക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. നീ ഇവിടെ എല്ലാം ഉണ്ടാ നോക്കാം, ഓർമ്മയില്ലായിരുന്നു ചായയെങ്കിലും കൊണ്ടു നോക്കാം. ഇവിടെ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും ഞാൻ അവനോട് ചായ കുടിക്കാനായിട്ട് എവിടെയെങ്കിലും നിർത്താൻ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് എൻ്റെ വീടിൻ്റെ വാതിക്കെ കൊണ്ട് നിർത്തി. അമ്മ പറഞ്ഞു 3 കോടിക്കോ ഇവിടെ ചായയില്ല പാലില്ല ഒന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ അയ്യപ്പഞ്ചേരി ജംഗ്ഷനിലേക്ക് പോയിട്ട് അവിടെ വില്യംസ് ചേട്ടൻ്റെ അമൽ ബേക്കറിയിൽ കയറി നല്ല ചായയും ഒരു ഫ്രഷ് ലൈമും അവന് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മളെന്താ വാങ്ങിച്ചത്? നമ്മളെന്തായിരുന്നു വാങ്ങിച്ചത്? നമ്മൾ പഞ്ചാബി സമൂസയാണ് വാങ്ങിച്ചത് കേട്ടോ. എനിക്ക് ഇവിടുത്തെ പഞ്ചാബി സമൂസ ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ സമൂസ പോലെയല്ല, കുറച്ച് ഫ്ലേവറും അതിൻ്റെ ഷേപ്പൊക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ അത് പറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷൂട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പം ടിറ്റീനെ ടിറ്റി ചേച്ചി എന്ന് വിളിക്കുക. അപ്പോൾ അവൾ പറയുക, ഇവനെ കണ്ട എൻ്റെ ചേട്ടനായിട്ട് തോന്നും. എന്നിട്ട് എന്നെ ടിറ്റി ചേച്ചി എന്ന് വിളിക്കുമ്പോൾ എന്നെ കളിയാക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് കുറേ സമയം അവനെ കളിയാക്കി കേട്ടോ. അവൻ്റെ ന്യൂ ഹെയർ കട്ടൊക്കെ ഫ്രണ്ട്സിലെ ജയറാമിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിരുന്നൊരു ചേട്ടൻ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ആരോപിക്കാൻ അബദ്ധം പറ്റിയതാണ് കേട്ടോ. സ്ട്രോ അറിയാതെ ആൾ ഇതാക്കി പേപ്പർ സ്ട്രോ ആയിരുന്നു, പിന്നെ വലിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് ആ കടയിൽ തന്നെ എൻ്റെ വലിയാച്ചനും ഉണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയത് ടിറ്റി ലോലിപ്പോപ്പ് വാങ്ങാനായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് ഞങ്ങൾ ATM കൗണ്ടറിൽ ക്യാഷ് എടുക്കാനായിട്ട് കയറി. ഞങ്ങളുടെ അയ്യപ്പഞ്ചേരി ഈ ഇടയായിട്ട് വല്ലാണ്ട് ഡെവലപ്പായി കേട്ടോ. അവിടെ ഡെൻറ്റിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ഇരിപ്പുണ്ട്, മെഡിക്കൽ സ്റ്റോപ്പുണ്ട്, ATMകളുണ്ട്, ബേക്കറികൾ, പലചരക്ക് കട, മെഡിക്കൽ സ്റ്റോറ്, പെയിൻറ്റ് കട, ചെരുപ്പ് കട, ഡ്രസ്സ് കട, ബ്യൂട്ടി പാർലർ തുടങ്ങി എല്ലാം ഉണ്ട്. ഇത് വിജയപ്പച്ചേൻ്റെ പഴയ കട കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ROP അവിടെ പൊക്കോളാൻ പറഞ്ഞായിരുന്നു. ആൾക്ക് 4 മണിക്ക് ജിമ്മുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഇറങ്ങിയതല്ലേ പതുക്കെ നടന്നൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞു വരുമ്പോൾ തൊഴിലുറപ്പിലെ മിനി ചേച്ചിയും ചേച്ചിയമ്മയും വേറൊരു ചേച്ചിയൊക്കെ കൂടെ അവിടെ നഴ്സറി നനയ്ക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളെ ഞാൻ യൂട്യൂബിൽ എടുക്കുവാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നടന്നു വരികയാണ് കേട്ടോ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഗ്രാമത്തിൻ്റെ കട. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ നാട്ടും പ്രദേശം ഗ്രാമപ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കട വരെയും ഗ്രാമത്തിൻ്റെ കട എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചെറുവാരണമെന്ന അതിമനോഹരമായൊരു നാട്. ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, സുമേഷ് എന്നാളുടെ പേര്. നമ്മളെവിടെ പോയാലും അവനും കൂടെ വരും. നമ്മളെ കൊണ്ടാക്കാനായിട്ട് സുമേഷ് എന്ന് വിളിച്ചാൽ മതി, വാലാട്ടി കാണിക്കും. അത് ശരിക്കും അവിടെ രത്നമ്മ ചേച്ചിയുടെ വീട്ടിലൊക്കെയാണ് മിക്കപ്പോഴും ഉണ്ടാകുക, അല്ലെങ്കിൽ കടയിൽ അച്ഛൻ്റെ കൂടെയാണ്. പക്ഷേ ഈ നാട്ടിൽ ആരോ എവിടെ പോയാലും അവരെ എന്താ പറയുക, എസ്കോർട്ട് ചെയ്യുക എന്നതുപോലെ ആളും കൂടെ കാണും കേട്ടോ. അവരുടെ വീടിൻ്റെ മുകളിൽ പ്രാവൊക്കെ ഇരിക്കുകയാണ്.
ചീര കൃഷിയൊക്കെ ഏകദേശം അവസാനമായിക്കൊണ്ടിരിക്കുന്നു. രണ്ട് പ്രാവും പശുക്കളും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ചീരയൊക്കെ വിളഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടോ. ഞാൻ പിന്നീട് ഏതെങ്കിലും എൻ്റെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലൈമറ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ. എനിക്ക് എന്താണെന്നറിയത്തില്ല, എല്ലാവർക്കും അവരവരുടെ നാട് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. എനിക്ക് ഈ ഹരിതാപ്പവും പച്ചപ്പും ഒക്കെ ഉള്ളത് കൊണ്ടും അവിടുത്തെ നല്ല നാട്ടുകാരും മനുഷ്യന്മാരും ഒക്കെ ആയതുകൊണ്ടും എൻ്റെ നാടിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ എനിക്കുള്ളത്. എന്താണെന്നറിയില്ല, അടിപൊളിയാണ് സംഭവം. അങ്ങനെ ലോലിപോപ്പൊക്കെ കഴിച്ച് നടന്ന് നമ്മൾ പാലക്കാത്രയും കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. അപ്പുറത്ത് കിടന്നിട്ട് ഇൻസ്റ്റയിൽ റീൽസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫോണിലോട്ട് ചിരിച്ചു വെച്ച് കാണിച്ചാൽ മതി, അതില്ല. അടുത്ത ദിവസം രാവിലെ അമ്മ അവളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇവിടെ വേലിപ്പത്രം ഇങ്ങനെ ഫുള്ളായിട്ട് പടർന്നിട്ട് കവർ ചെയ്തിട്ട് അപ്പുറത്തെ വശം കാണാത്ത രീതിയിലായി. അപ്പം ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് സാഹസ്യമായി ചെയ്തു കൊടുക്കുന്ന രീതിയാണ് കേട്ടോ. ഇത് അതിൻ്റെയും അടുത്ത ദിവസം ഞങ്ങൾ മൂവിക്ക് പോകാൻ വേണ്ടി റെഡി ചെയ്തതാണ്. ഒരു സ്കേർട്ടും ടോപ്പും കാഷ്വൽ ചെപ്പൽസൊക്കെ ആയിട്ടാണ്. സമയം ആക്ച്വലി 10:45, 11:30ക്കാണ് ഷോ. ടിക്കറ്റ് എടുത്തിട്ടില്ല, നല്ല മഴയാണ്. ഓടി അവിടെ എത്തണം, ടിക്കറ്റ് എടുക്കണം, സിനിമ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുമ്പോൾ കറണ്ടില്ലാതുകൊണ്ട് പൗഡറൊക്കെ കൂടിപ്പോയി തന്നില്ല. ആക്ച്വലി പൗഡർ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് മേലെ മാത്രം ഐലൈനർ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഇട്ടിട്ടും കാര്യമില്ല, മഴയത്തിറങ്ങാൻ പോകല്ലേ, എന്തായാലും വിളിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ബാഗും കൊടയും വടിയും ഒക്കെ ആയിട്ട് അവളും പോകും. ഇപ്പം ഞങ്ങൾ പോവുകയാണ്. അവളതിന് ശേഷം അതുവഴി വീട്ടിലേക്ക് പോകുമ്പോൾ കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ കാണണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ മഴയിലേക്ക് ആഗ്രഹിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പം എനിക്ക് എന്ത് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. സാധാരണ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല മഴയത്ത് വന്നിട്ട്. കാരണം ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ആകും. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ നനഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ചില കാര്യങ്ങളുണ്ടാവില്ല, ചില സമയത്ത് നമുക്ക് ചില അത് വേണം അല്ലെങ്കിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഗ്രാമത്തിൻ്റെ കടയിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടോ. എല്ലാവരും മഴ 2-3 ദിവസമായി മഴ ഇങ്ങനെ ആസ്വദിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ആസ്വാദനമായി. കാരണം നല്ല വെയിലായിരുന്നു, പക്ഷേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. അപ്പം മഴ പെയ്യുമ്പോഴത്തേക്കും അച്ഛൻ സുമേഷും കൂടെ കടയിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വേനൽസമയത്ത് നല്ല കരിഞ്ഞ് കിടന്ന സ്ഥലങ്ങളാണ്. ഇപ്പം വെള്ളം കൊണ്ട് ഇതായി. അപ്പം മഴ നല്ലതാണ്, അത് ആസ്വാദനം വരെ ആകുമ്പോൾ ആർക്കും അപകടമാകാത്ത വരുമ്പോഴും എന്താ പറയുക നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ വരുമ്പോഴത്തേക്കും അത് ഓക്കെയാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് കിട്ടി. അപ്പോഴത്തേക്കും ഓൾറെഡി 11 മണിയായിരുന്നു. ശ്രീഹരി വന്നു കേട്ടോ. ഞങ്ങൾ എങ്ങനെ ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്തും ജസ്റ്റ് ഷോ തുടങ്ങി ബേസിലിൻ്റെ ഒരു ഫോൺ കോൾ അവിടെ എത്തിയപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മൾ കണ്ടത്. നല്ല മൂവിയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി കാണാൻ പറ്റി. കുറേ ചിരിച്ചു. നമ്മൾ വിചാരിച്ച പോലെ അത്ര തണുപ്പൊന്നുമില്ലായിരുന്നു, ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊരു മൺഡേ ആയിരുന്നു, അത് മോർണിംഗ് ഷോ ഒക്കെ ആയിരുന്നു. കാരണം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇഷ്ടം എടുത്ത് കാണാമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. പിന്നെ ചായ കുടിക്കാനായിട്ട് മൂടില്ല, അവൾ വന്ന് പോവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ ചായ ഒന്നും കുടിക്കാതെ കുറച്ച് ബേക്കറിയിൽ നിന്ന് പലഹാരമൊക്കെ വാങ്ങിച്ചു. ലേഡീസ് സ്റ്റോറിൽ പോയി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ തണ്ണീർമുക്കത്തേക്ക് ഞാൻ മുത്തക്കരയിലേക്കുള്ള ബസ് കയറി ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ചാൽ പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു പാട്ടുണ്ടായിരുന്നു. ഇടവപ്പാതി കഴിഞ്ഞിട്ടും മഴ പെയ്യാത്തതെന്താണ്, പാറപ്പുറത്ത് പങ്കുന്നി പല്ല് തേക്കാത്ത കൊണ്ടാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ 1ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ പേര് പൂത്തിരി എന്നായിരുന്നു. ഒരു തുമ്പിയുടെ പുറത്തൊരു പെങ്കൊച്ചിരുന്ന് പറന്നു വരുന്നതായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിലല്ല, അതിൻ്റെ കവർ പേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ നൊസ്റ്റാൾജികളൊക്കെ. ഞാനൊരു നൊസ്റ്റാൾജിക് പേഴ്സൺ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. അപ്പോൾ അവളിങ്ങനെ കോട്ടൺ ബസ്സിനൊക്കെ കയറ്റി വിട്ടിട്ട് ഞാനെൻ്റെ ഞങ്ങളുടെ മുഹമ്മദ് ബസ്സിനൊക്കെ കയറി തിരിച്ചിങ്ങോട്ട് പോരുകയാണ്. തിരിച്ചു പോരുമ്പോഴത്തേക്കും സുമേഷ് അല്ല മറ്റാരോ ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു സെറ്റ് മൂഡായിരുന്നു. ആൾ വന്നു, പക്ഷേ പെട്ടെന്ന് 2 ദിവസം നിന്നിട്ട് പോയി. അവിടെ ഹൗസ് വാമിംഗ് ആണ്, അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ശൂന്യത. ഞാനെപ്പോഴും പറയാറുള്ള ഷീ ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി മൈ കസിൻ. അവളൊരു കസിൻ മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫേവറേറ്റ് കസിനാണ്, മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്.
എന്താ പറയുക എൻ്റെ ക്രൈം പാർട്ണറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. ഇത് അടുത്ത ദിവസം ഞങ്ങൾ അച്ഛനും പള്ളിയിൽ പോയി കഞ്ഞി കുടിക്കുന്ന സീനാണ് കേട്ടോ. ഈ പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല തേങ്ങയൊക്കെ ചിരകിയിട്ട് ചൂട് കഞ്ഞിയിൽ ഒരു നല്ല ടേസ്റ്റുള്ള മാങ്ങാച്ചാറ്, ചിലയിടത്തൊക്കെ പയറും മെഴുക്കുവരട്ടിയൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ആയിട്ട് കുറച്ച് ജീരകമൊക്കെ ഇട്ടുണ്ടാക്കുന്ന കഞ്ഞി, അത് ചൂടോടെ കുടിച്ച് നല്ല ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോരുവാണ്. പോരുന്ന വഴിക്ക് അവൾ ഇറങ്ങും, ഞാൻ നേരെ ചേർത്തല വന്നിട്ട് നമ്മുടെ ബസ് പിടിച്ചിട്ട് പോരലാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ പറയുമായിരുന്നു, എല്ലാവരും ബസ്സിലൊക്കെ പോകുന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മുടിയൊക്കെ പറക്കുന്നു, നായകനെ കാണുന്നു, നായിക എങ്ങനെ ഇരിക്കുന്നു, അതൊക്കെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറയാം, നിന്നെ ഞാൻ എന്ന് വീഡിയോ എടുത്താലും നീ ചിരിക്കത്തില്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യുന്നിട്ടൊക്കെ. സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൾ ബൈ ബൈ പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നൊരു കട്ടനും നമ്മുടെ സ്വീറ്റ് പപ്സും കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ്